ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. നിയമസഭയിലെ സത്യപ്രതിജ്ഞയിലും പേരിന്റെ പൂർണ്ണരൂപം ആവർത്തിച്ച് വി ഡി സതീശൻ. പിണറായി വിജയന് ഹസ്തദാനം നൽകി ടി കെ ഗോവിന്ദനും വി കുഞ്ഞികൃഷ്ണനും. ജി സുധാകരന് ചിരിച്ചു കൈകൊടുത്ത് പിണറായി വിജയൻ. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് സന്ദീപ് വാര്യർ. ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള വസ്ത്രമണിഞ്ഞ് ചാണ്ടി ഉമ്മൻ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് സ്പീക്കർ സ്ഥാനാർത്ഥി. മത്സരിക്കാൻ ചാത്തന്നൂർ MLA BB ഗോപകുമാർ. BJP MLA-മാർ നിയമസഭയിൽ എത്തിയത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം. CPM കേന്ദ്ര കമ്മിറ്റി യോഗം നാളെ ഡൽഹിയിൽ ആരംഭിക്കും. കേരളത്തിലെ പരാജയം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിലെ വിവാദം മാധ്യമ സൃഷ്ടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എറണാകുളം പരിയത്കാവ് കുടിയൊഴിപ്പിക്കലിൽ പ്രതിഷേധം ശക്തമാക്കി CPM. സർവേ പൂർത്തിയാക്കുന്നതുവരെ തുടർ നടപടികൾ അനുവദിക്കില്ലെന്ന് P രാജീവ്. കോടതി വിധിയുടെ മറവിൽ കുടുംബങ്ങളെ കടന്നാക്രമിക്കാനുള്ള ശ്രമമെന്ന് MV ഗോവിന്ദൻ. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. TVKയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്ന് 2 പേരും സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴ്നാട്ടിൽ കോൺഗ്രസിന് മന്ത്രിമാരുണ്ടാകുന്നത് 5 പതിറ്റാണ്ടിന് ശേഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സമ്പൂർണ്ണ യോഗം ഇന്ന്. സാമ്പത്തിക ഇന്ധന മേഖലകളിൽ നിർണായക ചർച്ച. മന്ത്രിസഭാ പുനഃസംഘടനയിൽ പ്രധാന വിഷയമാവും. മോഡലിംഗിന്റെ മറവിൽ സെക്സ് റാക്കറ്റ് നടത്തിയെന്ന കേസിൽ വിശദമായ അന്വേഷണത്തിന് നീക്കം. കൂടുതൽ പരാതികൾ വരുമെന്ന പ്രതീക്ഷയിൽ പോലീസ്. നിരവധി മലയാളികൾ റാക്കറ്റിൽ കുടുങ്ങിയതായും വിവരം. ഇറാനുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിൽ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ചാൽ ചില മോശം കാര്യങ്ങൾ ചെയ്യുമെന്നും മുന്നറിയിപ്പ്. ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടുമായി ഇറാൻ രംഗത്ത്. മലപ്പുറം പെരിന്തൽമണ്ണയിൽ പോലീസുകാർക്ക് മർദ്ദനം. മർദ്ദിച്ചത് ഛത്തീസ്ഗഡ് സ്വദേശികളായ അങ്കിത് മിജ്, അജേഷ് ടോഫക് എന്നിവർ. ഇരുവരും പെരിന്തൽമണ്ണയിലെ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരെന്ന് പോലീസ്. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇന്നത്തെ മത്സരം നിർണായകം. തോറ്റാൽ ടൂർണമെന്റിൽ നിന്ന് പുറത്ത്. എതിരാളികൾ ഗുജറാത്ത് ടൈറ്റൻസ്. ധോണി കളിക്കുമോ എന്ന ആകാംക്ഷയിൽ ആരാധകർ. മത്സരം രാത്രി 7:30 മുതൽ അഹമ്മദാബാദിൽ. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.